ഇരു ശ്വാസകോശങ്ങളെയും ബാധിച്ച ന്യൂമോണിയയെ തുടർന്ന് ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ രാത്രി നന്നായി ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്തുവെന്ന് വത്തിക്കാൻ ഫെബ്രുവരി 24-ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഫെബ്രുവരി 14 വെള്ളിയാഴ്ചയായിരുന്നു പാപ്പയെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാപ്പയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമായതിനാൽ കൂടുതൽ ദിവസങ്ങൾ ആശുപത്രിയിൽ തുടരേണ്ടിവരുമെന്നും പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും പാപ്പയുടെ മെഡിക്കൽ ടീം അറിയിച്ചിരുന്നു. 22-ാം തീയതി വൈകുന്നേരം മുതൽ പാപ്പയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടായിട്ടില്ല എന്നും റെഡ് ബ്ലഡ് സെല്ലുകളുടെ 2 യൂണിറ്റ് നൽകിയതിനെ തുടർന്ന് ഹീമോഗ്ലോബിൻ കൗണ്ടിൽ വർധനവും അനുകൂലമായ പരിശോധനാ ഫലങ്ങളുമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുമുള്ള ശുഭസൂചകമായ വാർത്ത ഇന്നലെ വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. അതേസമയം പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്നും പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ കുറവ് രേഖപ്പെടുത്തിയ ത്രോംബോസൈറ്റോപീനിയ മാറ്റമില്ലാതെ തുടരുന്നതായും വത്തിക്കാൻ അറിയിച്ചു. ചില രക്തപരിശോധനകൾ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്ന റീനൽ ഇൻസഫിഷ്യൻസിയുടെ പ്രാരംഭഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായും നിലവിൽ ഇത് നിയന്ത്രണത്തിലാണെന്നും അറിയിച്ച വത്തിക്കാൻ ഉയർന്ന അളവിലുള്ള ഓക്സിജൻ തെറാപ്പി തുടരുന്നതായും ഇന്നലെ രാവിലെ പാപ്പ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതായും വിശദമാക്കിയിരുന്നു. ലോകമെങ്ങും വിവിധയിടങ്ങളിൽ പാപ്പയ്ക്കായി പ്രാർത്ഥനകളും ദിവ്യബലികളും ദിവ്യകാരുണ്യ ആരാധനയും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.